അങ്ങകലെ കേരളത്തിലെ ഏതോ വനാന്തര പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന പഴയൊരു ഗ്രാമം. ടാറിടാത്ത വഴിയിലൂടെ പൊടി പറത്തി വരുന്ന പഴയ ഒരു ടാറ്റയുടെ ബസ്. ആ ബസ് ഓടിക്കുന്നത് അന്തോണിച്ചേട്ടനാണ്. ആ നാടും പുറം ലോകവും തമ്മിലുള്ള ഒരേ ഒരു ബന്ധം ആ ബസ്സാണ്. അന്തോണിച്ചേട്ടൻ്റെ ലാസ്റ്റ് ട്രിപ്പ് അവസാനിക്കുന്നത് ദൈവവിലാസം ചായക്കടയുടെ മുമ്പിലാണ്. കാവേരിയുടെ ദൈവവിലാസം ചായക്കടയിൽ നിന്നാണ് അന്തോണിച്ചേട്ടൻ്റെ ശാപ്പാട്. രാത്രി താമസവും അവിടെ തന്നെ. അതുകൊണ്ട് തന്നെ നാട്ടുകാരിൽ ചിലർ അവരെപ്പറ്റി വേണ്ടാത്തതൊക്കെ പറഞ്ഞു പരത്തുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കെ ആ ഗ്രാമത്തിലേക്ക് ഒരു സർക്കസ് വരുന്നതും സർക്കസ് വരുന്നതോടുകൂടി ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളുമാണ് 1978 ഭരതൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ആരവം എന്ന സിനിമ പറയുന്നത്. ഇതിൽ മരുത് എന്ന വേട്ടക്കാരനായി ശ്രീ നെടുമുടി വേണു അഭിനയിച്ചിരിക്കുന്നു. കൊക്കരക്കോ അണ്ണനായി അഭിനയിച്ച പ്രതാപ് പോത്തൻ്റെ ആദ്യത്തെ സിനിമയാണ് ആരവം. വേട്ടക്കാരനായ മരുതിനോട് കാവേരിക്ക് അഗാധമായ പ്രണയമാണ്. ഒരു രാത്രിയിൽ കാവേരി മരുതിനോട് ചോദിക്കുന്നുണ്ട്, മരുതേ നിനക്കെന്നെ ഇഷ്ടമാണോ? തുളസിയേക്കാൾ, മുളക് ചമ്മന്തിയേക്കാൾ, എരുമപ്പാലൊഴിച്ച കുറുകുറയിരിക്കുന്ന ചായയേക്കാൾ നിനക്കെന്നെ ഇഷ്ടമാണോ എന്ന്. മരുതൊന്ന് വെറുതെ മൂളുക മാത്രം ചെയ്യുന്നു. നമ്മൾ വിചാരിക്കും എത്ര സ്നേഹമാണ്, പവിത്രമായ സ്നേഹമാണ് ഈ കാവേരിക്ക് മരുതിനോട് എന്ന്. പക്ഷെ തൊട്ടടുത്ത ഡയലോഗിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. അതറിയാൻ നിങ്ങൾ സിനിമ കണ്ടു നോക്കൂ. മരുതൊരിക്കൽ കാവേരിയോട് ചോദിക്കുന്നുണ്ട്, ഈ ചായക്കട നടത്തിയിട്ട് എന്ത് ചെയ്യാനാണെന്ന്. അപ്പോൾ കാവേരി പറയും, ഞാനൊരു വലിയ കാശുകാരിയാവും, അതിനുശേഷം ഞാൻ 7 നിലയുള്ള ഒരു ചായക്കട പണിയുന്നു. കാവാലം നാരായണ പണിക്കർ എഴുതിയ 7 നിലയുള്ള ചായക്കട എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനമുണ്ട് ഈ സിനിമയിൽ. ആ പാട്ടിലൂടെയാണ് കാവേരി തൻ്റെ സ്വപ്നത്തെ വർണ്ണിക്കുന്നത്. പിന്നീട് സർക്കസ് ഗ്രാമത്തിലെത്തുമ്പോൾ മരുത് സർക്കസിൽ ചേരാൻ വേണ്ടി കാവേരിയോട് അനുവാദം ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാവേരി ചോദിക്കും, എന്തിനാണ് ഈ സർക്കസിൽ ചേരുന്നതെന്ന്. മരുത് പറയും, ഒരുപാട് കാശുണ്ടാക്കി ഞാനൊരു കാശുകാരനാവും, എന്നിട്ട് ഞാൻ 7 നിലയുള്ള ഒരു ചായക്കട പണിയുമെന്ന്. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും സ്വപ്നം ഒന്നായി മാറുകയാണ്. അങ്ങനെ മരുത് ഇന്ത്യൻ ടാർസൻ എന്ന പേരിൽ സർക്കസിൽ ജോയിൻ ചെയ്യുന്നു. ടാർസൻ്റെ കത്തിയേറ് ഒരുപാട് ആളെ കൂട്ടി. അങ്ങനെ പോകെ പോകെ സർക്കസിലുള്ള ഒരു പെൺകുട്ടിയുമായി മരുത് പ്രണയത്തിലാകുന്നു. ആ ബന്ധം വളരെ സങ്കീർണമായ ഒരു തലത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇരിക്കെ കാവേരി സർക്കസുകാരിയെ കാണാനെത്തുകയും അവർ തമ്മിൽ സംഘട്ടനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് പ്രാധാന്യമില്ല, സ്ത്രീ കഥാപാത്രങ്ങൾ കുറവാണ് എന്ന് പറയുമ്പോഴാണ് ഭരതൻ അന്നത്തെ കാലത്ത് 2 സ്ത്രീകളുടെ ഫൈറ്റ് ചിത്രീകരിച്ചതെന്ന് ഓർക്കണം. ആ സീനിൽ ചുറ്റും കൂടി നിൽക്കുന്ന ആണുങ്ങളെല്ലാം അത് കണ്ടു നിൽക്കുകയാണ്. ഭരതൻ്റെ ശക്തമായ 2 സ്ത്രീ കഥാപാത്രങ്ങളാണ് ഈ കാവേരിയും സർക്കസുകാരിയും. ഈ സിനിമയിൽ ഒരു ആക്സിഡൻ്റ് രംഗമുണ്ട്. സർക്കസിലെ ആന അന്തോണിച്ചേട്ടൻ്റെ ബസ്സിൻ്റെ കുറുകെ വരുന്നതും അത് കണ്ട് ഭയന്ന് അദ്ദേഹം വണ്ടി പിന്നോട്ടെടുക്കുകയാണ്. പിന്നോട്ടെടുത്ത് പോയി അവസാനം ഈ വണ്ടി ഒരു കൊക്കയിലേക്ക് മറിയുകയാണ്. ആ ആക്സിഡൻറ്റ് സീൻ ഷൂട്ട് ചെയ്യാൻ ഭരതൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി അദ്ദേഹം ആ കാലഘട്ടത്തിൽ ആ ബഡ്ജറ്റിൽ ആ ആക്സിഡൻറ്റ് ചിത്രീകരിച്ചത്. അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രംഗങ്ങളുണ്ട് ഈ സിനിമയിൽ ഒരുപാട് മൃഗങ്ങളെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. കടുവ, പുലി, ആന തുടങ്ങിയ ഒരുപാട് മൃഗങ്ങൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരം മൃഗങ്ങളെ സിനിമയിൽ ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ്. ഇത് വളരെ ലൈറ്റായിട്ടുള്ളൊരു സബ്ജക്റ്റ് അതിമനോഹരമായിട്ട് ഭരതൻ സാർ എടുത്തു വെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഇതൊരു കോമഡി ട്രാക്കിൽ പോകുന്ന ഒരു സിനിമയാണ് ഈ ആരവം. ഇതിൻ്റെ ക്ലൈമാക്സ് വളരെയധികം ടച്ചിങ് ആയിട്ടുള്ള, വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സാണ് ഈ സിനിമയുടേത്. ഈ സിനിമയുടെ ഇതിവൃത്തം മൊത്തം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിൽ ഈ സിനിമയെ വ്യാഖ്യാനിക്കാം. ഈ ഗ്രാമത്തിലേക്ക് സർക്കസ് വരുന്നു, അവിടെ നിന്ന് ഇവരുടെ യാത്രയുമെല്ലാം നമുക്ക് പലതരത്തിൽ വ്യാഖ്യാനിക്കാം. അതിലെടുത്തു പറയേണ്ടത് ഇതിൻ്റെ ക്ലൈമാക്സ് രംഗത്തെ പറ്റിയാണ്. ഒരു നായയുടെ പുറകെ മരുതും, അതിന് പിന്നാലെ ഒരു ഗ്രാമം മുഴുവനും, അതിന് പിന്നാലെ ഒരു സർക്കസ് കമ്പനി മുഴുവനും ഓടുന്നിടത്താണ് ഈ സിനിമ അവസാനിക്കുന്നത്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഫ്രെയിമാണത്. ഒരു പക്ഷേ സ്പോയിലർ ആവുമെങ്കിൽ കൂടി എനിക്കത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ആ ആളുകൾ, ഒരു ഗ്രാമം മുഴുവൻ അങ്ങനെ ഓടി അകലുകയാണ് അവരുടെ നാട് വിട്ട്. ആ ഗ്രാമത്തിൻ്റെ പിന്നാലെ ഓടുന്ന, ഒറ്റപ്പെട്ടു പോകുന്നൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ കരച്ചിലാണ് ഡയറക്റ്റഡ് ബൈ ഭരതൻ എന്ന് എഴുതി കാണിക്കുന്നത്. അത്ര മനോഹരമായ ഫ്രെയിം. ആ പെൺകുട്ടിയുടെ കരച്ചിലിൽ നമ്മളുടെ എല്ലാവരുടെയും, കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഉള്ളൊന്ന് ഉലഞ്ഞു പോകും. ഒരു ഭരതൻ ടച്ച്, ഭരതൻ മാജിക് എന്നൊക്കെ പറയുന്നൊരു പക്ഷേ ഇതായിരിക്കാം. ആരവം യൂട്യൂബിലുണ്ട്.
നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാം. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.